ബി.ജെ.പി. കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ മകനെ RSS പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. ശാസ്താംകോട്ട കുമരംചിറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് ജില്ലാ പ്രസിഡന്റായ രാജീവ് പ്രസാദിന്റെ മകനെ മർദ്ദനമേറ്റത്. RSS പ്രവർത്തകരായ അച്ചു, നന്ദു, ആകാശ്, വിഷ്ണു ഉൾപ്പെടെ 15ഓളം പേര് ചേർന്നാണ് മർദ്ദിച്ചത്. കേസ് ഒത്തുതീർപ്പാക്കാൻ RSS നേതൃത്വം ഇടപെട്ടിട്ടും രാജീവ് പ്രസാദ് വഴങ്ങിയിട്ടില്ല. വിവരങ്ങളുമായി ലിജോ റോളൻസ് ചേർന്നു. ലിജോ, എന്തിന്റെ പേരിലായിരുന്നു ഈ ആക്രമണം? ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ശാസ്താംകോട്ട കുമരഞ്ചിറ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനിടയിൽ വെച്ച് നടക്കുന്നത്. ഈ കാരണമായി FIR-ൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത് ആ ദിവസം 17-ാം തീയതി വൈകുന്നേരം ഈ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകൻ ഈ RSS പ്രവർത്തകരുമായി ചെറിയൊരു വാക്കേറ്റം ഉണ്ടായിരുന്നു. അത് ഈ രാജീവ് പ്രസാദിന്റെ മകനായിട്ടുള്ള പൃഥ്വിരാജിന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ബന്ധുവിനെ ഇവർ ഇത്തരത്തിൽ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് അവിടെ ആളുകളൊക്കെ ഇടപെട്ട് ആ പ്രശ്നം അവിടെ പരിഹരിച്ചു വിട്ടു. പക്ഷേ അതിനുശേഷം ക്ഷേത്രോത്സവത്തിനേരെ എത്തി രാത്രി 10:30യോടുകൂടെയാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ ഒരു മർദ്ദനം പൃഥ്വിരാജിന് കേൾക്കേണ്ടി വരുന്നത്. RSS പ്രവർത്തകരായിട്ടുള്ള ഏകദേശം 15ഓളം പേർ ചേർന്നുകൊണ്ടാണ് അതിക്രൂരമായ ഒരു മർദ്ദനം പൃഥ്വിരാജിന് നേരെ ഉണ്ടായത്. അവിടെ പൃഥ്വിരാജ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുകയും അവിടേക്ക് ഓടിയെത്തി ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൽ 5 പേരുടെ പേരുകളാണ് FIR-ൽ ഉള്ളത്. ആകാശ്, അച്ചു, നന്ദു, കിച്ചു, വിഷ്ണു എന്നിവരും തിരിച്ചറിയാവുന്ന മറ്റ് 10 പേരും. അങ്ങനെയാകുമ്പോൾ 15 പേർക്കെതിരെയാണ് ശൂരനാട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പരാതി സംഭവിച്ച് ഇന്നിപ്പോൾ 3 ദിവസമാവുകയാണ്. ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ശ്രമമൊക്കെ നടത്തിയെങ്കിലും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജി അതിനൊന്നും തന്നെ വഴങ്ങിയില്ല. തന്റെ മകനെ അറിയുന്ന ആളുകൾ തന്നെയാണ് അവിടെയുള്ള എല്ലാവരും. പക്ഷെ ഇത്തരത്തിലൊരു മർദ്ദനം മകന് നേരെ ഉണ്ടായത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഒത്തുതീർപ്പിനായി ബന്ധപ്പെട്ട RSS നേതൃത്വവുമായി പോലും മറുപടിയായി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകി മൊഴിയൊക്കെ നൽകി FIR എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജിയുടെ തീരുമാനം. പൃഥ്വിരാജിന് തലയ്ക്കും ശരീരത്തിലും നടുകിലുമൊക്കെ ക്രൂരമായി മർദ്ദനമേറ്റ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഡെൽന.